ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്ത മണി സേവ് ചെയ്ത് അതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. അല്ല, അപ്പോഴും ഉള്ളിനുള്ളിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറക്കാൻ പോവാണ്, വേണോ വേണ്ടയോ ആ തോട്ട് ഉണ്ടായിരുന്നോ? ഇല്ല. ഞാൻ തീരുമാനം എടുത്തിരുന്നു സ്വന്തമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെന്ന്. ആക്ച്വൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇമിഗ്രേഷൻ ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുന്നേ എൻ്റെ ആഗ്രഹം സോഷ്യൽ വർക്കിംഗ് ആയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവരുടെ അമ്മ സോഷ്യൽ വർക്കിംഗ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവരുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തു. കാശ്മീരിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, അവിടെയായിരുന്നു, അവിടെ വെച്ചിട്ട് സോഷ്യൽ വർക്ക് ചെയ്യണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. അപ്പം എനിക്ക് തോന്നുന്നു ആ പോയിന്റ് തൊട്ടേ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ്. പക്ഷേ മൈഗ്രേഷൻ ആയി എന്ന് മാത്രം. ഇനി ഞാൻ രേണുവിന്റെ ഫാമിലിയിലേക്കും കൂടെ വരട്ടെ. നടന്ന സംഭവമൊക്കെ കണ്ട എല്ലാവരും ഉണ്ടാവും. ഇവിടെ വന്നപ്പോൾ ദാ മെക്സിക്കൻ അപാരത ഇരിക്കുന്നു. ഈ സിനിമയുടെയൊക്കെ പ്രൊഡ്യൂസറും കൂടെ ആയി രേണു വളർന്നു അല്ലേ? ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ ആവാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. എങ്ങനെ ആ ഫീൽഡിലേക്കും കൂടെ കൈ വന്നത്? അതെ, അതെന്റെ ഹസ്ബൻഡ് ഒരു ഡയറക്ടർ പ്രൊഡ്യൂസറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ത്രൂ ആണ് ഞാൻ സിനിമയിലോട്ട് വന്നത്. അദ്ദേഹമാണ് ആ ഓപ്പർച്യൂണിറ്റി എനിക്ക് ഒരുക്കി തന്നത്.